ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമുക്ക് ഇന്ന് മാർക്കറ്റ് അപ്ഡേറ്റ് നോക്കാം, മാർക്കറ്റ് അനാലിസിസ് നോക്കാം. മാർക്കറ്റ് അനാലിസിസ് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഗ്യാപ്പ് വരാനുള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ റീസൺ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും മെയിൻ റീസൺ എന്താണെന്നുള്ളത്. കാരണം ഓൾമോസ്റ്റ് റേറ്റിനെ പറ്റിയാണ് ഇപ്പോഴത്തെ മെയിൻ ചർച്ച. തുറക്കോ ഇല്ലയോ ഇതെന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോർമോസ് റേറ്റ് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷേ ട്രംപ് പറയുന്നുണ്ട് പെട്ടെന്നുള്ളൊരു ഡീലിലേക്ക് ഇവർ പോകാൻ നോക്കുന്നുമില്ല. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. സ്ലോലി റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് പറയുന്നു റഷ് ചെയ്യുന്ന ആവശ്യമില്ല, നമ്മൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ന്യൂക്ലിയർ ഡീല് എന്തായാലും കിട്ടണം എന്നുള്ളത് ഇത് തന്നെയാണ് അവർ നോക്കുന്നത്. ഇത് കുറച്ചും ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകുക എന്നുള്ളതിൻ്റെ ഒരു ചാൻസ് ആണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഷിപ്സും കാര്യങ്ങളും ഈ ഹോർമോസ് സ്ട്രീറ്റ് പാസ് ചെയ്ത് ഓയിലൊക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോവാതിരിക്കുന്നത്. ഈ ഒരു റീസൺ കൊണ്ടാണ് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മുകളിലേക്ക് പോവാതിരിക്കുന്നത്. ഈ ഒരു റീസൺ കൊണ്ടാണ് ഗ്യാപ്പ് തന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇനി കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റ് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ഈ ഒരു മന്ത് ഇനി എങ്ങനെയായിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെവൽസ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നിൽക്കുന്നത് 8:45 4583-84 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡെയിലി അനാലിസിസിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി അനാലിസിസിൽ എക്സ്പെക്റ്റ് ചെയ്ത് ഇന്ന് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സ്പേസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ഇന്നത്തെ റേഞ്ചായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 4500 മുതൽ 4625 വരെയുള്ള റേഞ്ചാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക, എവിടെ നിന്നായിരിക്കും നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ 1 ഡേ ചാർട്ടിൽ നമ്മൾ ഈ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്സ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി വേറെ ഒന്നുമല്ല കേട്ടോ, പോയിന്റ് ഓഫ് കൺട്രോൾ. കഴിഞ്ഞ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നോക്കിയാലും പോയിന്റ് ഓഫ് കൺട്രോൾ ഏകദേശം ആ ഒരു, അതായത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഈ ഒരു സ്പേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരിക്കും ഇപ്പോൾ കാണിക്കുന്നത് ബയ്യേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചാണ് നമുക്ക് ബൈയിങ്ങിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് നോക്കിയാൽ മതി. 500 റേഞ്ച്, 500 റേഞ്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 4 ഹവേഴ്സിൻ്റെ ചാർട്ടിലോട്ട് വരാം. 4 ഹവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ US ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാ ദിവസവും US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള വോളിയം ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വോളിയം കുറവായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻറ്റും കുറവായിരിക്കും. ഇന്ന് യൂഷ്വലി ഒരു $100 അല്ലെങ്കിൽ $300 മൂവ് ചെയ്യുന്ന ഒരു ആവറേജ് ഉണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു 30% മൂവ് ചെയ്യും എന്ന് വിചാരിച്ചാൽ മതി. ഇത് ഈ അസറ്റ് ക്ലാസ്സിൽ മാത്രമല്ല, ബാക്കി നിങ്ങൾ ഇൻഡൈസസ് എടുക്കുവാണെങ്കിലും എന്തൊരു സാധനത്തിന് എടുക്കുവാണെങ്കിലും അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവത്തുള്ളൂ. ഇത് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡേയ്സിൻ്റെ ക്ലോസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഗ്യാപ്പ് തന്നാണ് കണ്ടത്. ഓക്കെ, ഇനി 4 ഹവേഴ്സിൽ നമുക്ക് ഈ ഒരു റേഞ്ച്, ദാറ്റ് ഇസ് 50 റേഞ്ച്, നമ്മൾ സെല്ലിങ്ങിന് നേരത്തെ ഉപയോഗിച്ച റേഞ്ച് ആണെങ്കിലും ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെല്ലിങ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു റേഞ്ച് തൽക്കാലം ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൻ്റെ സ്കാൽപ്പിങ്ങേ നോക്കുന്നുള്ളൂ. നമ്മൾക്ക് ഇൻട്രാഡേയിൽ പ്ലാൻ ചെയ്യാൻ നേരത്ത് 35 റേഞ്ച് ആയിരിക്കും കുറച്ചും കൂടി സ്പേസ്. 35 ടു നമ്മളുടെ 38 റേഞ്ച് കേട്ടോ. ആ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 38-36 റേഞ്ച് ഈ കഴിഞ്ഞ വീഡിയോ കണ്ടവരിക്കേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ച് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇൻട്രാഡേയിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാൻ പറ്റുന്നതെന്നാണ് വരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു.
ഒന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പതുക്കെ കയറുന്നത്. എക്സ്പെക്ടിങ് മാർക്കറ്റ് ടു ഗോ സ്ലോലി. ഓക്കെ, അപ്സൈഡ് ടിൽ ഹിയർ ഓർ മേ ബി ടിൽ ഹിയർ. ഇത് മാർക്കറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ആയിട്ട് എടുത്തത് കൊണ്ട് നമുക്ക് ഇതൊരു 90 മുതൽ 600 റേഞ്ച് വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഇന്ന് കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് ബൈയിങ് തന്നെയാണ്. ട്രെൻഡ് വീക്കല്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഇന്നത്തെ ഇൻട്രാഡേ ട്രെൻഡ് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നാളെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ വീക്ക്നെസ് പിന്നെയും വരും. അപ്പോൾ പക്ഷെ അതുപോലെ തന്നെ നമ്മൾ 600 മുകളിൽ പോയിട്ട് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. വാട്ട് എവർ മേ ബി ദ റീസൺ ടുഡേ നമ്മൾ 600 മുകളിൽ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ അകത്തുള്ള ബൈയിങ് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് മേളിൽ പോയി ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് താഴെ വരുമ്പോൾ മാത്രം ബൈയിങ് പ്ലാൻ ചെയ്താൽ മതി. സോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന സ്പേസുകൾ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനീഷ്യലി നിങ്ങൾക്ക് ബൈ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു സ്പേസാണ് ഈ വാല്യൂ ഏരിയ ലോയിൻ്റെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ വോളിയം ലോ ആയിട്ടുള്ള സ്പേസ് നമുക്ക് ബൈ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് ഗ്യാപ്പ് നല്ല ഗ്യാപ്പുള്ള സ്പേസ് ആണത്. അപ്പോൾ ഇതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ US മാർക്കറ്റ് ഇല്ല, അത് മറക്കരുത്. അപ്പോൾ 5:30 കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആലോചിച്ചിരിക്കരുത് എന്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യാത്തതെന്ന്. മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ബട്ട് ദർ ഇസ് ഓൾവേസ് മാർക്കറ്റ് ന്യൂസസ് വിച്ച് ക്യാൻ എഫക്ട് പെട്ടെന്ന് ഉള്ള ഫ്ലക്ച്വേഷൻസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് ഇരിക്കുന്നത്. ഇനി വീക്ക്ലി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? വീക്ക്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂസിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 കേസ് സിനാരിയോസും നമുക്ക് ഇന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ടെക്നിക്കലായിട്ടുള്ള ലെവൽസ് നമുക്ക് 2 കേസിലും നോക്കാം. ഓക്കെ, ഇന്നും നാളെയായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമം അപ്സൈഡ് ലെവലാണിത്. ഇന്ന് ഇതിന് മുകളിൽ ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന 600-650 റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് ഫുള്ള് ട്രേഡ് നമ്മൾ ഈ വീക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ന്യൂട്രൽ കേസിൽ. ഓക്കെ, അല്ല റീഓപ്പൺ ചെയ്ത് 2 ഷിപ്പ് പോകാൻ തുടങ്ങി അല്ലെങ്കിൽ 2 കണ്ടെയ്നേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈ അപ്സൈഡ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തതിന് ശേഷം പതുക്കെ ആയിട്ട് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിന് ആ സ്ട്രെങ്ത് പ്രോപ്പറായിട്ട് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ വരെ, അതായത് ഏകദേശം ഒരു $100 മൂവ്മെന്റ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ നിന്നും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം മാർക്കറ്റിന്റെ അപ്സൈഡ് വളരെ ഓപ്പൺ ആയി കിടക്കുന്ന അപ്സൈഡാണ്. ഇതൊന്ന് കാം ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗോൾഡ് ഒരു ഹൈ വെക്കും, പിന്നെ അവിടെ നിന്ന് കയറുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് വിചാരിക്കേണ്ട. ഈ 5,000-6,000 പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇൻഫ്ലേഷൻ ഓൾറെഡി നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. റേറ്റ് ഹൈക്കിനെ പറ്റി ഓരോ ഫെഡ് മെമ്പേഴ്സും സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വെരി ലൈക്ലി ടു ഹാപ്പൻ. ബട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. ബട്ട് നേരത്തെ റേറ്റ് കട്ട് എന്നുള്ളൊരു ചിന്തയിൽ നിന്നും റേറ്റ് ഹൈക്ക് എന്നുള്ള ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് നിങ്ങൾ ഷോർട്ട് ടേം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, സ്വിങ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ഫിസിക്കലായിട്ട് വാങ്ങിച്ചു വെക്കാൻ നോക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു 2 റേഞ്ച് നമുക്ക് ഇനീഷ്യലി ഉണ്ട്. അതിനുശേഷമാണ് നമുക്ക്, അപ്പോൾ ഈ ഒരു വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രം ഇവിടെ വരെ, അല്ലെങ്കിൽ ഇവിടെ വരെ. ഓക്കെ, ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് തന്നെയായിരിക്കും ട്രേഡ് നടക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ദിസ് ലെവൽ ഇസ് വെരി ക്രൂഷ്യൽ. ഓക്കെ, അതിനുശേഷമാണ് നമുക്ക് ബാക്കി എല്ലാ കാര്യം വരുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നൊക്കെയുള്ള എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഇന്നത്തെ പ്ലാൻ നോക്കി. ഇനി വരാവുന്ന ദിവസത്തെ പ്ലാനുകളും നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഈ വീക്കിലുള്ള കുറച്ച് ഡേറ്റാസ് വരുന്നുണ്ട്. അതും നമുക്ക് ഒരു ദിവസമായിട്ട് രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ബൈ. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.